ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭുവലസാർഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനെ, ഓം വിഘ്നേശ്വര, ഓം മഹേശ്വര, ഓം പാർവതിയമ്മേ ഭഗവതിയെ, ഓം സുബ്രഹ്മണ്യ സ്വാമി അയ്യപ്പസ്വാമിയെ, ഓം ദുർഗാദേവി കാളിയമ്മേ ഭഗവതിയെ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ഗ്രഹങ്ങളുടേതായ യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഒരുപാട് യോഗങ്ങളുടെ പ്രാധാന്യമുള്ള വർഷമാണ്. അത്തരമൊരു യോഗത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ല അനുകൂലമായിരിക്കുന്ന തരത്തിൽ മിക്ക നക്ഷത്ര ജാതർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളും 2026 ഉണ്ടാവും. പൊതുവിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ 2026 എന്ന് പറയുന്ന നക്ഷത്രത്തിൽ ഇത്രത്തോളം ഗുണങ്ങൾ നക്ഷത്ര ജാതർക്കുണ്ടാകുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50-60 വർഷങ്ങൾക്ക് ശേഷമാണ് മിക്ക നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന സന്തോഷത്തിന് പാത്രമാകുന്നൊരു വർഷമുണ്ടാകുന്നത്. 2026 ഫെബ്രുവരി മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും വരാനിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതും കുംഭം രാശിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും പല നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ പല രാശിക്കാർക്കും വളരെ വളരെ ആനന്ദദായകമായ അനുഭൂതിജന്യമായ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് എന്ന് പറയേണ്ടി വരുന്നു. 2026 ഫെബ്രുവരി മാസത്തിൽ അഥവാ കുംഭം രാശിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ചില നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലവും വളരെ സന്തോഷജനകവുമായിരിക്കുന്നൊരു വ്യവസ്ഥിതി തന്നെയാണെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ധനപരമായ നേട്ടങ്ങളും അതുപോലെ തന്നെ വളരെ വളരെ പ്രതീക്ഷാനിർഭരമായിരിക്കുന്ന അവസ്ഥകളും ആ പ്രതീക്ഷാനിർഭരമായിരിക്കുന്ന അവസ്ഥകളെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ അനുഗ്രഹം നൽകുന്നതുമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ യോജിപ്പ് കാണാൻ കഴിയുന്നുണ്ട്. ധനപരമായ നേട്ടം ഉറപ്പായി ഉണ്ടാവും. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ചില കാര്യങ്ങൾ നടക്കുമല്ലോ. അതാണ് പ്രതീക്ഷാനിർഭരത എന്ന് പറഞ്ഞതിലൂടെ അർത്ഥമാക്കുന്നത്. ആ പ്രതീക്ഷാനിർഭരമായിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നടത്തിയിരിക്കുന്നത് ആ പ്രതീക്ഷ പൂർത്തീകരിക്കുന്നൊരു വർഷം കൂടിയിട്ടാണ് 2026. അതിനുവേണ്ടിയുള്ള യോഗങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ബുധൻ, സൂര്യൻ, ശുക്രൻ ഈ ഗ്രഹങ്ങളുടേതായിരിക്കുന്ന യോജിപ്പും അതിൻ്റെ സഞ്ചാര രീതികളുമൊക്കെ ചില രാശിക്കാരിൽ വളരെ സൗഭാഗ്യമുണർത്തുന്ന തരത്തിലാണ്. 3 ഗ്രഹങ്ങളുടേതായിരിക്കുന്ന യോജിപ്പുകൾ, അതിൻ്റെ സഞ്ചാര രീതികൾ, അതൊക്കെ 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നു ചേരുന്നത്.
എല്ലാ നക്ഷത്ര ജാതർക്കും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ 4 രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണ് വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നത്. ബുധൻ്റെയും ആദിത്യൻ അഥവാ സൂര്യൻ്റെയും ശുക്രൻ്റെയും യോജിപ്പും സഞ്ചാര രീതികളും അനുകൂലമായി വരുന്നത് 4 രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതർക്കാണ്. മറ്റ് നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങളുണ്ടാകും, പക്ഷേ ഇവർക്കാണ് ഏറിയ പങ്കും അനുഭവിക്കുവാനുള്ളൊരു ഭാഗ്യം കിടക്കുന്നത്. ബുധൻ്റെയും സൂര്യൻ അഥവാ ആദിത്യൻ്റെയും ശുക്രൻ്റെയും യോജിപ്പ് ഒരുപാട് സാമ്പത്തിക വർധനവ്, സൗന്ദര്യ വർധനവ്, വിദ്യാഭ്യാസ മികവ് തുടങ്ങിയവയെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യത്തിലാണെങ്കിലും ആ കാര്യം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വർഷമാണ് ഈ 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്നത്. മേടക്കൂറിലെ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുകയാണ്. ബിസിനസ് മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും അതിലൂടെയൊക്കെ വരുമാനത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ വർദ്ധിക്കും. തീർച്ചയായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികളെ മൊത്തത്തിൽ മാറ്റിമറിച്ചെത്തുന്ന പോലെയാണ് ഫെബ്രുവരി മാസം ഈ രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത്. ദീർഘകാലമായി നമുക്ക് മുടങ്ങിക്കിടന്ന ധനം ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതാണ് കുറേ കാലങ്ങളായിട്ട് നൽകിയിരുന്നതാണ്, പക്ഷേ അത് ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് നമ്മുടെ കയ്യിലേക്ക് തിരികെ വരുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിരിക്കുന്ന വർധനവുണ്ടാകുമെന്ന് പറഞ്ഞത് 100% ശരിയായി മാറുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യം കൈനിറയെ പണം നൽകുന്ന സംവിധാനങ്ങളിലൊക്കെ ചെന്ന് ഭാഗ്യമുണ്ടാക്കി എടുക്കുക തന്നെ ചെയ്യും. അതാണ് ഈ രാശിയുടെ പ്രത്യേകത. മേടം രാശിയിലെ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് 2026. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന രാശിയാണ് ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലുള്ള വളർച്ചയാണ് 2026 സംഭവിക്കാൻ പോകുന്നത്. ബുധൻ്റെയും ആദിത്യൻ്റെയും ശുക്രൻ്റെയും യോജിപ്പിലൂടെ ഇടവം രാശിയിലെ നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സുകളിലൂടെ വരുമാനത്തിലൂടെ വളരെ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകാൻ കഴിയും. ചെറിയ രീതിയിലാണെങ്കിൽ പോലും വരുമാനം അത്യാവശ്യം ജീവിക്കുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തികമായിരിക്കുന്ന ഉയർച്ച ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. വ്യാവസായിക വ്യവസ്ഥകളിൽ പോലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ധാരാളം ധനം ഈ 2026 വന്നു ചേരും. ബുധൻ ഭാഗ്യകാരകനാണ്. ആദിത്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ്. ശുക്രൻ മേന്മയുടെ ഗ്രഹമാണ്. ഈ 3 ഗ്രഹങ്ങളുടെ സംയോജനം വളരെ ഭാഗ്യദായകമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശുക്രൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഡംബര വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുവാൻ കഴിയും. ആഡംബര വസ്തുക്കൾ വീട്ടിൽ വാങ്ങി അത് ഭംഗിയായി അത് അവിടെ ക്രമീകരിക്കുവാൻ കഴിയും. വാഹനങ്ങൾ, അതുപോലെ തന്നെ ധനം, ആഭരണം, വസ്ത്രങ്ങൾ, സുഗന്ധപൂരിതമായിരിക്കുന്ന വ്യവസ്ഥിതികൾ, ഇവയെല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്ന് ഉറപ്പായും പറയാൻ കഴിയും. കാരണം ശുക്രൻ്റെ ആധിപത്യമാണ് ഈ രാശിയിൽ നിലനിൽക്കുന്നത്. ബുധൻ്റെയും ആദിത്യൻ്റെയും ശുക്രൻ്റെയും സംയോഗമാണെങ്കിലും ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റേതായ ഒരു അനുഗ്രഹം കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ധാരാളമായി ലഭിക്കും എന്നുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂറ്. കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026. ബുധൻ്റെയും ആദിത്യൻ്റെയും ശുക്രൻ്റെയും സംയോഗം
കരിയറിൽ തന്നെ നല്ല മാറ്റങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. പഴയ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കുവാനുള്ള വഴി ഒരുങ്ങുക തന്നെ ചെയ്യും. കടബാധ്യതകളിൽ നിന്ന് തീർച്ചയായും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടും. ആനന്ദദായകമായിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് 2026 സമ്മാനിക്കാൻ പോകുന്നത്. ഫെബ്രുവരി മാസം മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിങ്ങം രാശിയിൽ പിറന്നിട്ടുള്ള നക്ഷത്ര ജാതർക്ക് സാമ്പത്തികമായ വലിയ മേന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഉദ്യോഗപരമായിട്ടാണെങ്കിലും വിദേശ ജോലിയിലൂടെയാണെങ്കിലും, അതായത് വിദേശത്തൊക്കെ പോയിരിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ലാതെ അലയുന്ന ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പല യോഗത്തിൽ പറഞ്ഞതാണ്. ആ ജോലിയില്ലായ്മയിൽ നിന്ന് വളരെ സമ്പത്തോടു കൂടിയുള്ള ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം തീർച്ചയായിട്ടും 2026 ഉണ്ടാകും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചിങ്ങം രാശിക്കാരുടെ ധനവർഷം എന്ന് വേണമെങ്കിൽ പറയാം 2026. ഫെബ്രുവരിയിൽ സംഭവിക്കുന്ന ബുധൻ്റെയും ആദിത്യൻ്റെയും ശുക്രൻ്റെയും സംയോഗം തീർച്ചയായും ഈ രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കും. പഠനപരമായി മുന്നേറാൻ കഴിയുന്ന ഒരു നല്ല കാലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. വിദേശത്തൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കത് സഫലീകൃതമാകുന്ന വർഷമാണിത്. സാമ്പത്തികമായ നല്ല ഒരു കാലം എന്ന് പറയാം. ഏതു തരത്തിലായാലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിയാനുള്ള സമ്പത്ത് വന്നു ചേരും. ഭാഗ്യദായകമായ ലോട്ടറിയിലൂടെയോ അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുവാൻ മനസ്സ് കാണിച്ചെത്തുന്ന സുഹൃത്തുക്കളിലൂടെയോ ബന്ധുജനങ്ങളിലൂടെയോ ഒക്കെ തന്നെ നമ്മുടെ മുഴുവൻ ബാധ്യതകളും ഒഴിഞ്ഞു പോകുന്നൊരു വർഷമായിട്ട് 2026 കണക്കാക്കാൻ കഴിയും. ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്ന യുവക്കൾക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് അവരുദ്ദേശിക്കുന്നത് പോലെ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ജോലിയിൽ പ്രവേശിച്ച് ശമ്പളമൊക്കെ വാങ്ങി സന്തോഷിക്കാൻ കഴിയുക തന്നെ ചെയ്യും. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂർ. ഫെബ്രുവരിയിലെ രാജയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള കൂറുകാരാണ് ധനുക്കൂറുകാർ. തീർച്ചയായും ധനുക്കൂറിലെ നക്ഷത്ര ജാതർക്ക് 2026 വളരെ ഭാഗ്യദായകമാണ്. ഒപ്പം ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന യോഗങ്ങളുടെ എല്ലാ ഭാഗ്യവും ഈ ധനുക്കൂറുകാർക്ക് വന്നു ചേരും. അതിൻ്റെ ആദ്യപടി എന്ന വണ്ണമാണ് ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും ഈ സംയോഗത്തിൻ്റെ ഫലം അനുഭവിക്കുക എന്നുള്ളത്. വിദേശ യാത്രകൾ സഫലീകൃതമാകും. സിനിമ, സീരിയൽ, അത്തരത്തിലുള്ള അഭിനയ മേഖലകളിലൊക്കെ വളരെ പേരും പ്രശംസയും നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ വസ്ത്ര അലങ്കാരം ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മേഖലയ്ക്കും വലിയ പ്രതീക്ഷയുണ്ടാക്കാൻ പറ്റുന്ന വർഷമാണ്. വസ്ത്രാലങ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ തുണി സൃഷ്ടിച്ചെടുക്കാൻ മില്ലുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്നവർക്ക് എന്ന് വേണ്ട ആ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് പൊതുവിലൊരു നല്ല കാലം തന്നെയാണ് 2026. അതായത് ടെക്സ്റ്റൈൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. പിന്നെ കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ വളരെ നല്ല തരത്തിൽ പ്രവർത്തിക്കുവാനും പ്രശംസ നേടുവാനും അതുപോലെ തന്നെ കീർത്തിപത്രമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. അതാണ് ഈ ലോട്ടറി ഭാഗ്യമൊക്കെ. വിദേശ ലോട്ടറി ആണെങ്കിലും സ്വദേശ ലോട്ടറി ആണെങ്കിലും നല്ല തരത്തിൽ സാമ്പത്തികമായിട്ട് ധാരാളം പണം കൈകളിൽ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഈ ലോട്ടറികളിലൂടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വമ്പൻ ഭാഗ്യത്തിൻ്റെ നല്ല ഒരു അനുഭവം 2026 നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ കൂറുകാരുടെ നക്ഷത്ര ജാതരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും ഒക്കെ ഉയർന്ന തരത്തിൽ
സാമ്പത്തികമായിരിക്കുന്ന ഗുണം വന്നു ചേരാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കാണുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് എല്ലാ തരത്തിലും ഉയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നു. ധനലഭ്യതയ്ക്കും തടസ്സങ്ങൾ ഒഴിയുന്നതിനുമായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. കുംഭമാസത്തിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതിലൂടെ ശനിപരമായ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് ഭാഗ്യം കാണുന്നുണ്ട്. വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ വടക്കു കിഴക്ക് ദിശയിൽ ഒരു ചെറുപാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജിയെ മാറ്റി ആ വീടിനും ആ വീട്ടിൽ താമസിക്കുന്നവർക്കും പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ഭാഗ്യദായകമായ പല അനുഗ്രഹങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ഈ ഉപ്പ് പാത്രത്തിൽ ഉപ്പ് മാറ്റി കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപ്പ് അതിൽ ശേഖരിക്കുക. കല്ലുപ്പ കുറച്ച് മതി. ഒരാഴ്ച മാത്രമേ ഒരു പാത്രത്തിൽ ഉപ്പ് ഉപയോഗിക്കാവൂ. അടുത്ത ആഴ്ചയിലേക്ക് അത് മാറ്റണം. എല്ലാ ഞായറാഴ്ചകളിലും പൊതുവിൽ ഉപ്പ് മാറ്റി പുതിയ ഉപ്പിട്ട് സൂക്ഷിച്ചേക്കുക. 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം മുഴുവൻ അങ്ങനെ സൂക്ഷിക്കുക. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും സുഗന്ധപൂരിതമായിരിക്കുന്ന അവസ്ഥകൾ ഉപയോഗിക്കുന്നതും ശുക്രനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള അനുഗ്രഹം നൽകാൻ ഇതൊക്കെ മതിയാകും. തീർച്ചയായും ശുക്രാനുഗ്രഹത്തിന് പാത്രീഭൂതമാകും. ശിവക്ഷേത്രത്തിലേക്ക് പോകണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമമല്ല പുഷ്പാഞ്ജലി, ധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. തീർച്ചയായും ഈ പറഞ്ഞ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി ഈശ്വര സ്വാധീനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാ നക്ഷത്ര ജാതർക്കും ബുധൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും സൂര്യൻ്റെയും സംയോഗത്താൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ ലഭിക്കും. എന്നാൽ ഈ 4 കൂറുകാരിലെ നക്ഷത്ര ജാതർ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. അവർക്ക് ഒരു പടി കൂടുതൽ ലഭിക്കുമെന്നുള്ളതാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.